മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. മിഅ്റാജ് അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പോയ യാത്രയാണ്. അല്ലാഹു അക്ബർ എന്ന് വുദൂ എടുത്തിട്ട് നിസ്കാരത്തിന്റെ ശബ്ദങ്ങളൊക്കെ പാലിച്ച് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി പ്രവേശിച്ച് സലാം വീട്ടി പുറത്ത് കടക്കുന്നവരെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലാണ്, തിരുഹദ്റത്തിലാണ്, അല്ലാഹുവിന്റെ മുമ്പിലാണ്. റബ്ബിനെ നേരിട്ട് കാണാൻ നമുക്കിപ്പോ കഴിയില്ല, എന്നാൽ പരലോകത്ത് കാണാൻ പറ്റും. ഭൂമിയിൽ വെച്ച് അല്ലാഹുവിനോട് ഡയറക്റ്റ് സംസാരിക്കുന്ന മുനാജാത്താണ് നിങ്ങളുടെ നിസ്കാരം. അതുകൊണ്ട് മിഅ്റാജിന്റെ അനുഭവമായി നിസ്കാരങ്ങൾ മാറണേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമങ്ങൾ ഓരോന്നും ഭൂമിക്ക് വന്നതാ. സകാത്ത് ഭൂമിയിലേക്ക് വന്ന വഹയാണ്, സകാത്ത് കൊടുക്കണം. ഹജ്ജ് ഭൂമിയിലേക്ക് വന്നതാണ്. ഹിജാബ് ധരിക്കണം ഭൂമിയിലേക്ക് വന്ന നിയമമാണ്. ഫറായിദിന്റെ നിയമങ്ങൾ, അനന്തരാവകാശ നിയമം ഭൂമിയിലേക്ക് വന്നതാ. എല്ലാം ഭൂമിയിലേക്ക്. ഒന്ന് മാത്രമാണ് ഭൂമിയിൽ നിന്ന് നബിയെ കൊണ്ടുപോയി അവിടെ വെച്ചു കൊടുത്തത്. അതാണ് 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരം കൊടുത്തത് ഈ മിഅ്റാജിന്റെ രാവിലാണ്. അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു സമ്മാനം കൊടുത്തതല്ലേ, സമ്മാനമല്ലേ അത്? ഭൂമിയിൽ നിന്ന് നബിയെ കൊണ്ടുപോയി അവിടെ പോയി കൊടുത്തതാ. ബാക്കിയൊക്കെ ഇവിടെ വന്ന് കൊടുത്തതാ ജിബ്രീൽ അലൈഹിസ്സലാം. നിസ്കാരത്തിന്റെ വിഷയമൊഴികെ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ കണ്ണമന്തി വീട്ടിൽ എത്തിയിട്ട് ആ ഒരു പ്രത്യേകമായ ഒരു ഇന്റിമസി, ഒരു അടുപ്പം, അള്ളാഹുവിനോടുള്ള ആ ഒരു അടുപ്പം തോന്നാൻ നബിയെ തന്നെ കൊണ്ടുപോയി നിസ്കാരം സമർപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതിലെ വലിയൊരു അത്ഭുതം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമയം അവസാനിക്കാനായി 7 മിനിറ്റ് കൂടെ. ഹബീബായ തങ്ങൾക്ക് കൊടുത്തത് 50 വക്ത് നിസ്കാരം. 50 വക്ത് കൊടുത്ത് മൂസ നബിയെ കണ്ടു. മൂസ നബിയും അള്ളാഹുവും തമ്മിൽ നബി ഞങ്ങൾ എത്ര പ്രാവശ്യം പോയി? എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം യാത്ര ചെയ്തു. എന്നിട്ടാണ് ചുരുക്കുന്നത്. നിങ്ങൾ അതിന്റെ ഹിക്മത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറയാം. മുഴുവൻ സമയവും അള്ളാഹുവിനെ ഓർക്കണം എന്ന് പഠിപ്പിക്കാനാ അള്ളാഹു 50 ആദ്യം കൊടുത്തത്. നബിന് 5 അള്ളാഹു കൊടുത്താൽ പോരെ? നമ്മളെപ്പോഴാണ് മരിക്കുന്നത് അള്ളാഹ് അറിയില്ലേ? അറിയാം. എന്ത് സംഭവിക്കാൻ പോകുന്നു അള്ളാഹുവിന് അറിയൂലേ? അറിയും. ഈ 50 നബിക്ക് കൊടുത്താൽ അതുകൊണ്ട് പോയില്ല, നബി ഞങ്ങൾ തിരിച്ചു വരും, എന്നോട് ചുരുക്കാൻ വേണ്ടി പറയും, പിന്നെ യാത്ര പിന്നെയും ചുരുങ്ങും, അത് 5ആയി അവസാനിക്കുമെന്ന് അറിയുന്ന റബ്ബ് ആദ്യമേ നബി ഞങ്ങൾക്ക് 5 കൊടുത്തുകൂടായിരുന്നോ? അത് കൊടുത്തില്ല. 50 കൊടുത്ത് 5ആയി ചുരുങ്ങിയപ്പോ പറഞ്ഞു, നബിയെ ഈ 5ന് ഞാൻ 50ന്റെ കൂലി തരും കേട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു ജല്ല ജലാലു. മൂസ നബി എപ്പോഴും പറഞ്ഞു, നബിയെ ഒന്ന് ചുരുക്കി തരും ചോദിച്ചു നോക്കി, 5ഒക്കെ പ്രയാസാവുന്ന്. ഞങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾക്ക് 5 വക്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ എനിക്ക് നാണായി പോയി. ഇസ്തഹയായിട്ടെന്ന് റബ്ബി, ഞാൻ നാണിച്ചുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മളെ പറ്റിയുള്ളൊരു കോൺഫിഡൻസ്, നബിതങ്ങൾക്കുള്ളൊരു ആത്മവിശ്വാസമാണ്. നമ്മൾ ആ നിസ്കാരം 5 ഒന്നുപോലും ഒഴിവാക്കൂല, 5 നമുക്കൊണ്ട് കഴിയുമല്ലോ, അത് ഞങ്ങൾ എന്റെ ഉമ്മത്തികൾ ചെയ്യും എന്ന് അള്ളാഹുവിന് വാക്കുകൊടുത്തതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് മുമ്പിനെ നഷ്ടപ്പെടുത്തല്ലേ. നഷ്ടപ്പെട്ടു പോയത് ഖദാ കൂട്ടിക്കോളി. റമദാനാണ് വരുന്നത്. അതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടപ്പെട്ടു. 15 വയസ്സ് മുതൽ പ്രായപൂർത്തിയായേടം മുതൽ എത്രയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഖദാ കൂട്ടിക്കോളി. അതിൽ ഉപേക്ഷ വരുത്തണ്ട. ഒരു ഫർദിന്റെ കൂടെ ഒരു ഫർദ്, ഒരു അസറിന്റെ കൂടെ ഒരു അസർ, ഒരു മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഒരു ഇശാഇന്റെ കൂടെ ഒരു ഇശാഇ. എത്ര കാലം നമുക്ക് പിന്നോട്ട് പോയാൽ കണക്ക് കിട്ടോ, ആ കണക്ക് വെച്ചിട്ട് ഇന്ന ദിവസത്തെ ഇന്ന ളുഹർ അങ്ങനെയൊന്നും വേണം. നഷ്ടപ്പെട്ടു പോയൊരു ളുഹർ ഞാൻ നിസ്കരിക്കുക, പടസ്റബെ ഖദായി പോയ ഒരു അസർ ഞാൻ ഖദാ കൂട്ടുക, എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയൊരു മഗ്രിബ്. അങ്ങനെ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ 10 15 കൊല്ലം ആയിക്കോട്ടെ, കണക്ക് വെച്ചോളി. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യാം, റബ്ബേ എങ്ങാനും ഇതെനിക്ക് പൂർത്തിയാക്കി വിട്ടാൻ പറ്റാതെ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്ക് പുറത്തു തരണം കേട്ടോ പടച്ചോനെ എന്ന് റബ്ബിനോട് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഖദാ വീട്ടാൻ ഒരുങ്ങിക്കോളി. ഖദാ വീട്ടി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അള്ളാഹു അതിന്റെയൊക്കെ കൂലി സുന്നത്ത് നിസ്കാരത്തെക്കാളും കൂലി ഫർദിന. നമുക്കറിയാമല്ലോ, സുന്നത്തിനേക്കാളും കൂലി ഫർദിന. നിങ്ങൾ ഫർദ് ഖദാ വീട്ടലാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂലി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യം, സുന്നത്ത് നിസ്കരിക്കാനുള്ള ഉന്മേഷമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫർദ് ഖദാ വീട്ടണം എന്ന് പറയാൻ കാരണം അതിനർത്ഥം എനിക്ക് ഫർദുണ്ടെന്നും ഞാൻ സുന്നത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് മാറിക്കാനല്ല. സുന്നത്ത് നിസ്കരിക്കാനൊക്കെ സമയമുണ്ടോ എന്ന് നീ ഫർദ് നിസ്കരിച്ചോ. ഫർദ് ഖദാ വീട്ടണം. അല്ലാഹു തആല നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖദാ വീട്ടിയെടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിൽ വന്ന അപാകതകൾ, അശ്രദ്ധകൾ അല്ലാഹു മാഫ് തരട്ടെ, അല്ലാഹു പരിഹരിച്ചു തരട്ടെ. നമ്മുടെ നിസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻ. നിങ്ങൾ എത്രയാണോ അല്ലാഹുവിനെ പറ്റി ഓർക്കുന്നത് അത്രയാണ് നിസ്കാരത്തിന് കൂലിയുള്ളൂ. 4 റക്അത്ത് ഇശാ നിസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ 4 റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി എത്ര നേരം അല്ലാഹുവിനെ പറ്റി ഓർത്തിട്ടുണ്ടോ അതിനെ കൂലിയുള്ളൂ, അതിനെ കൂലി കിട്ടുള്ളൂ. അല്ലാഹു നിസ്കരിച്ചു, അല്ലാഹു ചോദിക്കൂല എന്റെ
നിസ്കരിക്കാൻ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, കൂലിയോ കൂലി ഇത്രയേ ഉള്ളൂ. എന്തേ? നിന്റെ മുഴുവൻ ജോലി നീ ചെയ്തിട്ടില്ലല്ലോ. നീ പഞ്ചിങ് നടത്തിയിട്ടുണ്ട്, രാവിലെ 7 മണിക്ക് വന്ന് വൈകുന്നേരം 8 മണിക്കാ പോയത്, അതൊക്കെ ശരി, നീ പണിയെടുത്തിട്ടില്ല. തക്ബീർ ചൊല്ലി കയറിയിട്ടുണ്ട്, പക്ഷെ നിന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ലല്ലോ, നിന്റെ മനസ്സ് വേറെ ഇവിടെ ആയിരുന്നില്ലേ? ഏത് അള്ളാഹു ചോദിക്കുന്നൊരു രംഗം. അള്ളാഹു നമ്മുടെ നിസ്കാരമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. 50 വക്ത് കൊടുത്തു, 5 ചുരുങ്ങാൻ. അതെന്തേ അങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ഉലമാ പറഞ്ഞു. ഒരു നിസ്കാരം നിർവഹിക്കാൻ മിനിമം നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്തപ്പോഴും കൈയൊക്കെ കഴുകി വൃത്തിയായി ഒതുവെടുത്തു, മുദ്രയ്ക്കാൻ പോകണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഒതുവെടുത്തു, നിസ്കരിക്കാനുള്ള സ്ഥലം വൃത്തിയായി റെഡിയാക്കി നിന്നു. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഒരു 4 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്ത് ഫർദ് നിസ്കരിച്ചു. അതിന് ശേഷമുള്ള ഒക്കെ കൂടെ നോക്കിയാൽ ഒരു 20 മിനിറ്റ് സമയം ആവശ്യം വരുന്ന 20 മിനിറ്റ് സമയം. ഇതൊക്കെ കൂടെ 2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വാഭാവികമായി പറഞ്ഞ 20 മിനിറ്റ് വേണമെന്ന ഒരു നിസ്കാരത്തിന് 20 മിനിറ്റ് സമയം കാണുന്ന നമ്മൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഓർമ്മയുണ്ടാവുള്ളൂ. നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ല, നമ്മൾ നേരെ ഓഫീസിൽ ഓടിയിട്ട് അല്ലാഹു അക്ബർ അല്ല ഒളുവൊക്കെ മട്ടത്തിലെടുത്ത് ദിക്റൊക്കെ ചൊല്ലി ഒളു കഴിഞ്ഞ് ദുആയൊക്കെ ചൊല്ലിയിട്ട് അതിന്റെ മുമ്പുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് ഫർദ് നിസ്കാരത്തെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് ആ ഇമാമോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുമ്പോൾ അപ്പൊ മനസ്സിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. പക്ഷെ നമ്മൾ റഷ് ചെയ്യാൻ ആ നിസ്കാരം കഴിഞ്ഞ് ആ ഒരു വലിയ അങ്ങേയറ്റത്തെ ഒരു വലിയ കോൺസെൻട്രേഷനിൽ നിന്ന് അതിനൊന്ന് മിനിമൈസ് ചെയ്യാനാണ് പിന്നെ സുന്നത്ത് നിസ്കാരം. അപ്പോഴേ നമുക്ക് റിലീസ് ആവുള്ളൂ, മെന്റലി റിലീസ് ആവാൻ പറ്റുള്ളൂ. ഒറ്റടിക്കാൻ ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഫർദ് കഴിഞ്ഞൊരു സുന്നത്തും കഴിഞ്ഞിട്ട് പോവാൻ. ഇതൊക്കെയാണ് ശറഈന്റെ വളരെ മനോഹരമായ വശങ്ങൾ. ഏതായിരുന്നാലും 20 മിനിറ്റ് സമയം എടുക്കുന്ന പറയാം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓർത്തെടുക്കാൻ എളുപ്പമാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. 5 വക്ത് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം? അപ്പോ 100 മിനിറ്റ് സമയം വേണം. ഒരു വക്തിന് 20 മിനിറ്റ്, 5 വക്തിന് 100 മിനിറ്റ് സമയം വേണം. അപ്പോഴേ നമുക്ക് 5 വക്ത് നിസ്കരിക്കാൻ പറ്റൂ. 50 വക്തായിരുന്നു അള്ളാഹു തന്നിരുന്നതെങ്കിൽ നമുക്ക് 1000 മിനിറ്റ് സമയം വേണം. 1000 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1000 മിനിറ്റ്? 16.5 മണിക്കൂറാണ്. 16.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ 7 മണിക്കൂർ ഉറങ്ങാനോ വിശ്രമത്തിനോ മാറ്റിവെച്ചാൽ ബാക്കി വരുന്ന സമയമാണ് 16.5 മണിക്കൂർ. 8 മണിക്കൂർ ശരാശരി മനുഷ്യൻ വിശ്രമിക്കണം എന്നാണ്. അത് കഴിഞ്ഞ ഉറക്കത്തിന് എഴുന്നേറ്റാൽ ഉണർച്ച മുഴുവൻ നമുക്ക് കിട്ടുന്നത് 16 മണിക്കൂറാണ്. ഈ 16 മണിക്കൂർ സമയമെടുത്താലേ 50 നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം 5 വക്ത് നിസ്കാരം സലാം വീട്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനി എനിക്ക് എന്തും ചെയ്യാം, ഇനി എനിക്ക് എന്തും കാണാം, എന്തും പറയാം എന്ന് ചിന്തിക്കല്ലേ. നിസ്കാരം കഴിഞ്ഞാലും നീ നിസ്കാരത്തിൽ തന്നെയാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെയാണ്. ഫർദ് നിസ്കാരം 5 കഴിഞ്ഞാലും നീ ഉറങ്ങുന്നവരെ അള്ളാഹിന്റെ മുമ്പിലാണെന്ന് ഓർത്തേക്കണം കേട്ടോ. ഈ ഒരു വലിയ ആശയം പഠിപ്പിക്കാനാണ് അള്ളാഹു ജല്ല ജലാലു 50 കൊടുത്തിട്ട് 5 ചുരുക്കിയത് എന്ന് മഹാനായ അല്ലാമ തൻസാവിയെ പോലെയുള്ള അലിമീങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല മുഴുവൻ സമയവും അവന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ആ ഒരു ബോധത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇതുപോലെയുള്ള ഒരു റജബ് മാസത്തിന്റെ ഇന്നലത്തെ രാവ് 27 രാവ്, ആ ഒരു രാവിലായിരുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്. ഹബീബിന്റെ ആ ഒരു യാത്ര വിശദീകരിച്ചു കൊടുത്തപ്പോ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവരോട് ചെന്ന് പറയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്നലെ ഇവിടുന്ന് അഖ്സയിൽ പോയി, അഖ്സയിൽ നിന്ന് 7 ആകാശവും അപ്പുറവും കടന്ന് തിരിച്ചു വന്നിരിക്കുന്നു. എന്ത് പറയുന്നു? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതുവരെ അറിയപ്പെടുന്നത് അബൂബക്കർ ഇബ്നു ഖുഹാഫ എന്നാണ്. അബൂബക്കർ ഇബ്നു നബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമ. വാപ്പ മുസ്ലിമായിട്ടുണ്ട്. അവസാന കാലം ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളാണ് സിദ്ദീഖ് തങ്ങളുടെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും ആ സിദ്ദീഖ് എന്നവരെ ഒരൊറ്റ മറുപടി കൊടുത്തത്. അവരൊക്കെ കളിയാക്കിയിട്ട് ഇതിന്റെ അത്ഭുതം നിബിധങ്ങളെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അബൂജഹൽ അടക്കമുള്ള ശത്രുക്കളോട് ആദ്യം പറഞ്ഞു കൊടുത്തത്. അവര് കളിയാക്കാൻ തുടങ്ങി, നന്നായി പരിഹസിച്ചു. ഇതിനൊന്നും പറഞ്ഞില്ല. തങ്ങളോട് ഇവര് ചെന്ന് പറയാൻ തുടങ്ങി, സിദ്ദീഖ് എന്നവരെ ഓർമ്മല്ലേ, മുമ്പേ നിങ്ങൾ പറയാറില്ലേ നിന്റെ കൂട്ടുകാരന്റെ ഭ്രാന്താണെന്ന്, ഇപ്പതാ ഇന്നലെ ഇങ്ങനെയൊക്കെ യാത്ര പോയി. എന്റെ നബി നിങ്ങളോടത് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് വേറെ ഒരു തെളിവും വേണ്ട എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ സമയത്താണ് സുമ്മിയ സിദ്ദീഖ, അത്രക്ക് ഈമാനുള്ള മഹാൻ എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് എന്ന പേര് മഹാനായ അബൂബക്കർ ഇബ്നു നബി ഖുഹാഫ റളിയല്ലാഹു അൻഹുമക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചാർത്തി കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ലോകത്ത് ഇതേവരെ വന്ന മുസ്ലിമീങ്ങൾ, നബി തങ്ങളുടെ സഹാബ്, നബി തങ്ങളുടെ സഹാബികളും ഇനി ലോകാവസാനം വരെ വരാൻ പോകുന്ന സഹാബി അല്ലാഹുവിന്റെ ദീനിന്റെ അനുയായികൾ, ഈ മുസ്ലിം ഉമ്മത്തിൽ വരാൻ പോകുന്ന ആളുകൾ, ഇവരുടെ ഖൽബിന്റെ ഉള്ളിലെ ഈമാൻ അങ്ങ് പഠിച്ചെടുത്ത് ഒരു തുലാസിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ
സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് കനം തൂങ്ങുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. ഒരുപാട് ആളുകൾക്ക് പരീക്ഷണമായിരുന്നു ഇസ്രാഉം മിഅ്റാജും. ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂലേ? യുക്തിവാദികൾക്ക് പുറത്തു പോകാം, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അകത്തു നിൽക്കാം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ വലിയൊരു പ്രഖ്യാപനമാണ് അൽ ഇസ്റാഉ വൽ മിഅ്റാജ്. അല്ലാഹു നമ്മുടെ ഖൽബിന് ഈമാൻ തരട്ടെ, നമ്മുടെ ഖൽബിലെ വിശ്വാസം അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. സ്വർഗവും നരകവും കണ്ടുവന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിശദീകരിക്കാൻ സമയമില്ല, സമയം അതിക്രമിച്ചു. 2 മിനിറ്റ് ഏറെയായി. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ നരകത്തിലെ ശിക്ഷകൾ കണ്ടു, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും കണ്ടു. അതുകൊണ്ടാണ് ലൗ തഅലമൂന മാ അഅലം ലദഹിതും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിഷയം നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, ധാരാളം കരയുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവേശിക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അല്ലാഹുവേ പരിശുദ്ധമായ ഇസ്റാഉ മിഅ്റാജ് നിന്റെ ഹബീബിനെ കൊടുത്ത റബ്ബേ, അല്ലാഹുവേ നിന്റെ ഹളറത്തിൽ വന്ന് നിന്നെ കണ്ണുകൊണ്ട് കണ്ട ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ, ജന്നത്തുൽ ഫിർദൗസിൽ അലിയിലെ വന്ന് നിന്നെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹു നിന്റെ